നമസ്കാരം. ഇന്നലെ നവംബർ മാസം 22-ാം തീയതി കേരളത്തിൽ ഒരു വലിയ മഹാത്ഭുതം സംഭവിക്കും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മന്ത്രി വി അബ്ദുറഹിമാനും കേരളത്തിലെ ചില മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞിരുന്നത്. അതായത് മുനമ്പത്തെ ഏതാണ്ട് 615ഓളം കുടുംബങ്ങൾ അവർ കുടിയിറക്കൽ ഭീഷണി നേരിടുകയാണ്. ഇതിനെതിരെ അവരുടെ ഭൂമിയിന്മേൽ റവന്യൂ അവകാശം അവർക്ക് തന്നെ കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ കുറേ നാളുകളായി സമരത്തിലാണ്. സമരം ഏതാണ്ട് 50-ാം ദിവസത്തോട് അടുക്കുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് സമരം ഒരു 10-22 ദിവസം പിന്നിട്ടപ്പോഴാണ് ഈ 10-22 ദിവസത്തോളം കേരളത്തിലെ മാധ്യമങ്ങളോ കേരള സർക്കാരോ ഈ സമരം തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ചില ദേശീയ മാധ്യമങ്ങൾ ഇതെടുത്ത് വാർത്തയാക്കുകയും ഉപതെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ മുനമ്പം വിഷയം ചർച്ചയാകുമെന്ന് വന്നതോടുകൂടിയാണ് ഈ മുനമ്പം വിഷയത്തിലേക്ക് ക്യാമറ തിരിക്കാൻ കേരളത്തിലെ ചില മാധ്യമങ്ങൾ തയ്യാറായത്. ഈ മാധ്യമങ്ങളെല്ലാം തയ്യാറായത് ഒരേ ദിവസം തന്നെയാണ് എന്നോർക്കണം. ആ ദിവസം തന്നെ വഖഫ് മന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു: ഇതൊരു ചെറിയ വിഷയമാണ്, മുനമ്പത്ത് ഇങ്ങനെ ആളുകളെ കുടിയിറക്കുന്ന പ്രശ്നമൊന്നുമില്ല, മുനമ്പത്ത് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു അത്ഭുത ഫോർമുല ഉരുത്തിരിയും, അത് ഉടൻ തന്നെ സർക്കാർ പ്രഖ്യാപിക്കും. അതൊരു 16-ാം തീയതി ഒരു ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്, ആ 16-ാം തീയതി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് സോൾവ് ചെയ്യും എന്ന് കേരളത്തിലെ ഒരു മന്ത്രി തന്നെ മാധ്യമങ്ങളോട് പറയുകയാണ്. എന്നാൽ 16-ാം തീയതി ആ യോഗം നടന്നില്ല. യോഗം നടക്കാത്തത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് 13-ൽ നിന്നും 20-ലേക്ക് മാറ്റിയതുകൊണ്ടാണ്. അതായത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ യോഗം പാടുള്ളൂ, ഈ ഒത്തുതീർപ്പ് ഫോർമുല ലോകം അറിയാവൂ എന്ന് ചിലർക്ക് നിർബന്ധമുള്ളതുപോലെ പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം വച്ചിരുന്ന 16-ാം തീയതിയത്തെ ഈ യോഗം ഈ തെരഞ്ഞെടുപ്പ് പുതിയ തീയതിക്കും ശേഷം 28-ാം തീയതിയിലേക്ക് മാറ്റുന്നു. പിന്നീട് ഈ സമരക്കാരുടെ പ്രതിനിധികൾ സർക്കാരുമായി സംസാരിച്ച് 28-ാം തീയതി വരെ പോകരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ 22-ാം തീയതിയാക്കി, അതായത് ഇന്നലെ ഈ യോഗം ചേർന്നതോടുകൂടി വഖഫിന്റെ വിഷയത്തിൽ ഒരു വലിയ അത്ഭുത പരിഹാരം ഉണ്ടാകും എന്നാണ് സർക്കാരും പിണറായിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും എല്ലാം അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ അന്ന് തന്നെ പല വിദഗ്ധരും തത്വമയി ന്യൂസ് അടക്കം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് അധികാരമില്ല. അധികാരമുള്ള ഒരാൾ എന്ന് പറയുന്നത് വഖഫ് ബോർഡിൻ്റെ ട്രൈബ്യൂണലാണ്. അതിന് നമ്മുടെ നിയമപ്രകാരം, നിലവിലെ നിയമപ്രകാരം അധികാരം അവർക്കാണ്. അവർ ഈ സ്ഥലത്തിന്മേലുള്ള ക്ലെയിം ഉപേക്ഷിക്കണം. അല്ലാത്ത പക്ഷം ഉണ്ടാക്കുന്ന ഏതൊരു ഒത്തുതീർപ്പ് ഫോർമുലയും വ്യാജമായിരിക്കും. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം മുനമ്പത്തെ ജനങ്ങൾക്ക് തങ്ങളുടെ ഭൂമിയിന്മേലുള്ള അവകാശത്തിന് വേണ്ടി ഇനിയും തെരുവിലേക്ക് ഇറങ്ങി സമരം ചെയ്യേണ്ടി വരും. 1960-ൽ അന്നവർ ചെയ്തതാണ്. പക്ഷേ അന്നവർക്ക് പട്ടം താണുപിള്ള സർക്കാർ എല്ലാവിധ അധികാരങ്ങളും നൽകിയിരുന്നു. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം വഖഫ് ബോർഡ് വീണ്ടും ആ ഭൂമി അവരുടേതാണ് എന്ന് ക്ലെയിം ചെയ്യുന്നു. അതുകൊണ്ട് ശാശ്വത പരിഹാരം വേണം എന്ന് പറഞ്ഞിരുന്നു. ഇത്തരം ഗിമ്മിക്കുകളൊന്നും ഒരു ശാശ്വത പരിഹാരമല്ല, അതേ ഗിമ്മിക്കാണ്. അതായത് വഖഫ് ബോർഡിന് മുനമ്പത്ത് കിട്ടാനുള്ള 150-ൽ പരം ഏക്കർ ഭൂമിക്ക് പകരം സർക്കാർ 400 ഏക്കർ ഭൂമി നൽകും. മുനമ്പത്തെ ക്ലെയിം വഖഫ് ബോർഡ് ഉപേക്ഷിക്കും. അങ്ങനെ ഒരു ഫോർമുലയ്ക്കാണ് ആദ്യഘട്ടത്തിൽ സർക്കാരും ചില മുസ്ലിം സംഘടനകളും ചേർന്ന് തീരുമാനമെടുത്തത്. പക്ഷേ ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തായതോടുകൂടി ആ ഒരു തീരുമാനം ഈ യോഗത്തിൽ പ്രഖ്യാപിക്കാൻ സർക്കാരിന് ധൈര്യമില്ലാതാകുന്നു. അതിനുശേഷം ഒരു ജുഡീഷ്യൽ കമ്മീഷനെ പ്രഖ്യാപിക്കുന്നു. ജുഡീഷ്യൽ കമ്മീഷനെ പ്രഖ്യാപിച്ച ശേഷം ഇതിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കാണ് എന്ന് ജുഡീഷ്യൽ കമ്മീഷൻ പറയും. അതനുസരിച്ച് സർക്കാർ പ്രവർത്തിക്കും. ഇതാണ് ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന ഒരു ഫോർമുല. അതുവരെ ആർക്കും നോട്ടീസ് നൽകില്ല, അതുവരെ ആരെയും തെരുവിലിറക്കി വിടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം, ഈ ജുഡീഷ്യൽ കമ്മീഷന് എന്ത് അധികാരമാണുള്ളത്? അല്ലെങ്കിൽ വഖഫ് ബോർഡിനോട് ഇനി പുതുതായി നോട്ടീസ് അയക്കരുത് എന്ന് പറയാൻ നിലവിലുള്ള ഏത് നിയമം അനുസരിച്ചിട്ടാണ് കേരളത്തിലെ സർക്കാരിന് അധികാരമുള്ളത്? അതുകൊണ്ട് തന്നെ ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ പ്രഖ്യാപനം അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ്. മുനമ്പത്തെ സമരക്കാരെ ഇതാ 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കി തരും, അതിനായി ജുഡീഷ്യൽ കമ്മീഷനെ ഇതാ വച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇനി നോട്ടീസ് കിട്ടില്ല എന്ന് ഉറപ്പുകൊടുത്ത് ഇനി വഖഫ് ബോർഡിനോട് കമാന്നൊരക്ഷരം മിണ്ടിപ്പോകരുത് എന്ന തിട്ടൂരമൊക്കെ നൽകി ഇരുത്തി മുനമ്പത്തെ സമരം അടിച്ചമർത്താനുള്ള ശ്രമമാണ് പിണറായി വിജയൻ സർക്കാർ നടത്തിയത് കഴിഞ്ഞ ദിവസം. പക്ഷേ മുനമ്പം സമരഭടന്മാർ അത് ഏറ്റുപിടിച്ചില്ല. മുനമ്പം സമരഭടന്മാർ ആ പ്രലോഭനത്തിൽ വീണില്ല. പകരം അവർ പന്തം കൊളുത്തി പ്രകടനം നടത്തിക്കൊണ്ടാണ് ഇന്നലെ ഈ മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനത്തോട്, സർക്കാരിൻ്റെ ഈ തീരുമാനത്തോട് എതിർപ്പറിയിച്ചത്. തങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം
ഉടനടി വേണം. ഒരു ജുഡീഷ്യൽ കമ്മീഷനും തങ്ങളുടെ ഭൂമിയിൽ വന്ന് തങ്ങൾക്ക് ഉടമസ്ഥ അവകാശം കൽപ്പിച്ചു തരേണ്ടതില്ല. ഇത് തങ്ങളുടെ ഭൂമിയാണ്, തങ്ങൾ പണം കൊടുത്ത് വാങ്ങിയതാണ്, തങ്ങൾക്ക് കുടുംബപരമായി പാരമ്പര്യമായി കിട്ടിയതാണ്, അതിൽ അന്തി ഉറങ്ങാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്നവർ ഉറപ്പിച്ച് പറയുന്നതോടുകൂടി സർക്കാരിൻ്റെ ഒരു നാടകം കൂടി പൊളിഞ്ഞു വീഴുകയാണ്. ഇത്തരമൊരു നാടകം സർക്കാർ കളിക്കുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ ആ നാടകമുണ്ടായി. പക്ഷേ മുനമ്പത്തെ ജനങ്ങൾ ആ നാടകം കണ്ട് മയങ്ങിയില്ല. അവർ യാഥാർത്ഥ്യബോധത്തോടുകൂടി സമരത്തിൻ്റെ ഭാവം മാറും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.